ഇനി അങ്കിളിന്റെ അറിവിലേക്കായി ഒരു കാര്യം കൂടി ഞാൻ പറയാം. അങ്കിള് നേരത്തെ പറഞ്ഞല്ലോ, മാളു അപ്പുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ പാടുപെട്ടാണ് അവസാനിപ്പിച്ചതെന്ന്. പക്ഷെ നിങ്ങളെടുത്ത സ്ട്രെയിനിന്റെ എത്രയോ ഇരട്ടി സ്ട്രെയിനും സ്ട്രെസ്സും ഈ കാര്യത്തിൽ മാളവികയെ അപൂർവയെ അനുഭവിച്ചിട്ടുണ്ടെന്നറിയാമോ? അതിന്റെ ഷോക്കില് മാളവിക ആ കടുത്ത ഡിപ്രഷനിലേക്ക് വീണത്. ആ കുട്ടി ഇപ്പോഴും അതിൽ നിന്ന് പൂർണ്ണമായും റിക്കവർ ആയിട്ടുണ്ടെന്ന് പറയാനാവില്ല. വീട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ ഭയന്ന് സാക്രിഫൈസ് ചെയ്തൊരു സൗഹൃദം അപ്പുവിൻ്റെയും മാളുവിൻ്റെയും. നിങ്ങൾ സംശയിക്കുന്ന തരത്തിലുള്ള യാതൊന്നും അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇല്ലെന്ന് ഉറപ്പായിട്ടും മറ്റുള്ളവരെ ഭയന്ന് നിങ്ങൾ അവരെ ബോധപൂർവം ഒരു അയൺ ഫെൻസിനുള്ളിലാക്കുകയായിരുന്നു. അതല്ലേ അങ്കിൾ സത്യം? ഒന്ന് അടുത്ത് കണ്ടാൽ പോലും മിണ്ടാൻ പറ്റാത്ത വിധം അവരുടെ മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്നത് മനുഷ്യത്വപരമല്ലെന്ന എൻ്റെ അഭിപ്രായം. അതിന് ശ്രമിക്കുന്നത് മാളവികയുടെ മനസ്സിൽ വീണ്ടും ഇരുട്ട് പകരാനേ ഉപകരിക്കൂ. അതുകൊണ്ട് മാളവികയെ അങ്ങനെ ഒരു ഇരുട്ടിലേക്ക് തള്ളിവിടണം അങ്കിൾ. ഇനി അവർ തമ്മിൽ കണ്ടാൽ സംസാരിച്ചെന്നും പരസ്പരം കൈ കൊടുത്തു എന്നൊക്കെ ഇരിക്കും. അതൊന്നും അത്ര സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കാതിരിക്കുന്നത് നിങ്ങൾ രണ്ടു കൂട്ടർക്കും നല്ലത്. അങ്കിള് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടേബിളിനപ്പുറവും ഇപ്പുറവും ഇരുന്ന് എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ അങ്കിൾ ഏറ്റവും നല്ലത്. അപ്പുവിൻ്റെ മാളുവിൻ്റെ സൗഹൃദത്തെ പറ്റി അങ്കിള് ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഞാനല്ലേ പറയുന്നത്. ഓക്കെ ജോബിൻ. ഓക്കെ, ബൈ. ബൈ. എന്തുപറ്റിയടാ? ആകെ ഒരു ഷോകൽ ലൈനിലാണല്ലോ നിന്റെ ഇരിപ്പ്. എന്താ കാര്യമെന്ന് വെച്ചാൽ പറ. ഏയ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒന്നിനൊരു മൂഡ് തോന്നില്ല. എങ്കിൽ വാ, നമുക്ക് ഓരോ ബിയർ അടിക്കാം. ഒന്ന് ചില്ലാവുമ്പോൾ മൂടൊക്കെ താനേ വന്നോളും. വരുന്നെങ്കിൽ പെട്ടെന്ന് വാ. ആ സുമി വന്നാൽ പിന്നെ അവളൊന്നിനും സമ്മതിക്കത്തില്ല. എനിക്ക് വേണ്ട, നീ വേണമെങ്കിൽ പോയിട്ട് വാ. അതെന്ത് പറച്ചില്ല? ഒരു കമ്പനിയിൽ അത് എങ്ങനെയാ ചില്ലാവുന്നത്? വേണ്ടെങ്കിൽ വേണ്ട. എന്നാലും ആ വീഡിയോ കണ്ടിട്ട് അവളുടെ അച്ഛനൊന്ന് റിയാക്ട് ചെയ്ത പോലും ഇല്ലല്ലോ. അതെന്തായിരിക്കും? ഓഹോ, അപ്പം അതായിരുന്നു നിന്റെ മൂഡ് ഔട്ടിൻ്റെ കാരണം. കൊള്ളാം, എനിക്ക് എപ്പോഴേ ഡൗട്ടുണ്ടായിരുന്നു. അപ്പുക്കുട്ടനും മാളും തമ്മിൽ വീണ്ടും കോണ്ടാക്ട് ഉണ്ടെന്ന് കണ്ട അങ്ങേരുടെ ഒരു ക്യാരക്ടർ വെച്ച് അയാൾ ആകെ പാനിക് ആവേണ്ടതാണ്. പക്ഷെ ഇത് കണ്ടിട്ട് അയാൾ ഒരു റിപ്ലൈ പോലും തന്നില്ല എന്ന് വെച്ചാൽ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? അതുങ്ങളെ തല്ലിയും ശാസിച്ചൊന്നും നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് അങ്ങേർക്ക് മനസ്സിലായി കാണും. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോന്ന വഴിക്ക് പോട്ട് പുല്ലെന്ന് അങ്ങേർക്കും തോന്നിയിട്ടുണ്ടാവും. ഞാൻ എന്തായാലും മാളവികയുടെ അച്ഛനൊന്ന് വിളിച്ചു നോക്കാൻ പോവാ. എന്താ സംഭവം എന്നറിയാലോ. തേ നോക്ക്, നമ്മുടെ അപ്പുക്കുട്ട. ഇപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? വായി നോക്കിയാളുടെ കോറം തികഞ്ഞില്ലല്ലോ. ആ സുമി ശ്രീകുമാർ വന്നില്ലല്ലോ. അവളും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ഷോ ഹിറ്റാവൂ. നമ്മളിവിടെ വന്നു എന്നറിഞ്ഞാൽ ആള് പൊട്ടി വീണതുപോലെ ഇവിടെ എത്തും. നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഡാ ഇവളുമാരും നമ്മളെ മനഃപൂർവ്വം ഇളക്കാനുള്ള ഷോ ആണെന്നാ തോന്നുന്നത്. എങ്കിലതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം. ഡാ വെയിറ്റ്. ആദ്യം ഞാൻ ഈ സീനൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ. ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടായാലോ. അണ്ണന്മാര് സീൻ പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. നീ ഇവിടെ ഇരിക്കുക, ഞാനൊന്ന് പോസ് ചെയ്തിട്ട് വരട്ടെ. എന്താടാ പാക്കര, നിനക്ക് നിന്റെ ഈ എച്ചില് തിന്നിക്കും ഞങ്ങളുടെ സീൻ പിടിച്ച് മതിയായില്ലേ? എങ്കിലേ മക്കള് മറിഞ്ഞു നിന്ന് കഷ്ടപ്പെട്ട് സീൻ പിടിക്കണ്ട. ഇങ്ങ് വാ, നല്ല ഡേ ലൈറ്റില് നല്ല മുട്ടായി പോലെ ഒന്ന് ഷൂട്ട് ചെയ്യാം. എന്നിട്ട് നിനക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ സെൻഡ് ചെയ്യാം. എന്താ, നിനക്ക് മതിയായില്ലേ? അതെ, ഷൂട്ട് ചെയ്യുമ്പോ എന്നെ മിസ് ചെയ്യല്ലേ. കാരണം ഞാനാണല്ലോ ഇതിന്റെ ഇടനിലക്കാരൻ. എടാ, നിനക്ക് ഹോസ്പിറ്റലിൽ വേറെ പണിയൊന്നും ഇല്ലേ? ഏയ് എന്റെ മൊബൈൽ ഇങ്ങതാ. നിന്റെ മൊബൈലേ പോലീസ് സ്റ്റേഷനിൽ പോയി വാങ്ങിച്ചാൽ മതി. മോന്റെ സീൻ പിടുത്തമൊക്കെ എമ്മമാരും കൂടി ഒന്ന് കാണട്ടെ. അയ്യോ അപൂർവയെ ചതിക്കരുത്, എനിക്കൊരു അബദ്ധം പറ്റിയതാ, പ്ലീസ്. അയ്യോ, നീ ഇങ്ങനെ അപേക്ഷിക്കില്ലേ? നിന്റെ കൂട്ടുകാരൻ പാക്കറിന് അതൊരു ഷെയിം ആയി പോവും. മോനെ പാക്കര, നീ ആസിഡിന്റെയും പെട്രോൾ ബോംബിന്റെയും ഒക്കെ ഹോൾസെയിൽ ബിസിനസ് തുടങ്ങിയെന്ന് കേട്ടു. കുറച്ചുണ്ടാവോ എടുക്കാൻ? കാശിന്റെ കാര്യം എങ്ങനെയാ? ക്യാഷ് ഓൺ ഡെലിവറി ആണോ അതോ നിന്റെ പെങ്ങളുടെ അളിയന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്താൽ മതിയോ? ഒരുപാടങ്ങ് മൂപ്പിക്കല്ലേ. ഹലോ, കയ്യാങ്കളി ഒന്നും വേണ്ട സുഹൃത്തെ. നമുക്ക് മാന്യമായി കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്യാം. എന്ത് സെറ്റിൽ ചെയ്യാൻ? മര്യാദയ്ക്ക് ആ ഫോൺ അവളോട് തിരിച്ചു കൊടുക്കാൻ പറയും. അത്രേ ഉള്ളോ? അപ്പോ അതും കൊടുത്തേക്ക്. പിന്നെ ഇത് തിരിച്ചു തന്നത് ഇയാളുടെ ഭീഷണിയായിട്ട് പേടിച്ചിട്ടൊന്നുമല്ല. നന്നാവാൻ ഒരു അവസരം തന്നാണെന്ന് കൂട്ടിയാൽ മതി. അന്ന് ജ്യൂസ് സ്റ്റോളിൽ വെച്ച് കണ്ടപ്പോഴേ ആളൊരു തരികിടയാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇത്ര ചീപ്പാണെന്ന് കരുതിയില്ല. ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ ബായി. ചുമ്മാ ആണുങ്ങളുടെ വില കളയാൻ നടക്കല്ലേ നിങ്ങള്. ഹലോ. ഹലോ അങ്കിൾ. അങ്കിൾ ഫ്രീ ആണോ? എനിക്ക് അല്പം ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ അരുൺ, പറഞ്ഞോളൂ. അങ്കിളിനോട് എന്തും തുറന്നു പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ ഇതുവരെയുള്ള വിശ്വാസം. അതിനിപ്പോൾ എന്ത് പറ്റി അരുൺ? അല്ല, ആ വിശ്വാസം ഉള്ളതുകൊണ്ടാ അപൂർവയും ആളും കൂടി ആ ഡോക്ടറിൻ്റെ ഒത്താശയോടുകൂടി പുറത്ത് വെച്ച് മീറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ അങ്കിളിന് ഫോർവേഡ് ചെയ്തത്. ആ, അത് ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോ അരുൺ എവിടെ നിന്നാണ് കിട്ടിയത്? അത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാ. അപൂർവയും മാളവികയുമായി ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാന്ന് ഞാൻ അവനോട് തർക്കിച്ചപ്പോൾ അവനതിൻ്റെ എവിഡൻസ് ആയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാ. അത് കണ്ടപ്പോൾ അങ്കിളും ആൻറ്റി ഒന്നും അറിയാതെ മാളവിക അപൂർവയെ കോണ്ടാക്ട് ചെയ്യുന്നത് നല്ലതല്ലാന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ ആ വീഡിയോ അങ്കിളിന് ഫോർവേഡ് ചെയ്തത്. അരുൺ, അത് താൻ ഉദ്ദേശിക്കുന്നത് പോലെ മാളവിക ഞങ്ങൾ അറിയാതെയല്ല അപൂർവയെ കണ്ടത്. അവർ തമ്മിൽ അങ്ങനൊരു മീറ്റിംഗ് നടന്ന കാര്യം മാളു എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് അറിയുന്നില്ലല്ലോ അങ്കിൾ. എങ്കിൽ ഞാനത് സെൻഡ് ചെയ്യുക പോലും ഇല്ലായിരുന്നു. ഞാനത് അയച്ചു തന്നത് ഇഷ്ടമായില്ലെങ്കിൽ ആ കാര്യം അങ്കിളിന് എന്നോട് തുറന്ന് പറയായിരുന്നു. അതിനു പകരം അപൂർവയും മാളവികയും ഇട്ട് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അത് അങ്കിളിന്റെ അറിവോടെയാണെന്ന് എനിക്ക് മനസ്സിലായി. അരുൺ, താൻ എന്താ ഈ പറയുന്നേ? അപ്പുവും മാളും തന്നെ ഇൻസൾട്ട് ചെയ്തെന്നോ? എന്തിന്? എവിടെ വെച്ച്? സോറി, നടന്നതൊന്നും അങ്കിളിന്റെ അറിവോടെ അല്ലാന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സത്യമായും അങ്ങനൊരു സംഭവം നടന്നത് എൻ്റെ അറിവോടെ അല്ല അരുൺ. എന്താ ഉണ്ടായത് അത് പറയൂ. എന്താ ഉണ്ടായതെന്ന് അങ്കിള് മോളോട് തന്നെ ചോദിച്ചു നോക്ക്.
എന്തായാലും ഞാൻ ആ കുട്ടിയുടെ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അങ്കിളിന്റെ മോൾക്ക് തോന്നിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അങ്കിൾ. സാരമില്ല, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി മാളവികയുടെ ഒരു കാര്യത്തിൽ ഇടപെടില്ല. താങ്ക് യു അങ്കിൾ. എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ സോറി പറയുന്നു. അരുൺ, ഹലോ.